ഹായ്, രാവിലെ സേവനവാരമാണ്. വീടൊക്കെ വൃത്തികേടായി കിടന്നു. ആയില്ലേ? ആയി. ഞാൻ കരുതി വീഡിയോ ഓൺ ആയിരുന്നു. അപ്പൊ സിറ്റ് ഔട്ട് തുടച്ച് കിളി കിടന്നിട്ടെ കിളീനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒന്ന് നോക്കി. ഇവിടെ ദിവസവും തുടയ്ക്കണം. കാരണം ഒരു മേട ഇവിടെ ഉള്ളത് അത്ര എല്ലായിടവും വൃത്തികേടായില്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെള്ളം വീണിട്ടേ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ദിവസവും തുടയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ വല്ലപ്പോഴും ഒക്കെയാണ് കട്ടിൻ്റെ അടിയും മേശയുടെ അടിയൊക്കെ തുടയ്ക്കുന്നെങ്കിൽ ഉണ്ടല്ലേ പൊടിയും ആഴുക്കും എല്ലാം തമ്മിൽ. നമ്മളിവിടെ ആണെങ്കിൽ എന്ന് തുടച്ചാലും പൊടിയാണ്. പൊടി എന്ന് പറഞ്ഞാൽ പൊടിയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഈ വരൾച്ചയുള്ള സമയത്ത് വെള്ളം കൊടുത്ത കിണറ്റിലെ വെള്ളം പറ്റും. നിങ്ങൾക്കൊക്കെ പറ്റുമോ എന്തോ? വെള്ളം പറ്റുമോ എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. നമുക്ക് മഴയില്ലെങ്കിൽ പോയി വൈകില്ല. വയ്യൊന്നും പറഞ്ഞ് ചെയ്യാതിരിക്കാനും ഒക്കത്തില്ലല്ലോ. ആൾക്കാർ കുറച്ച് ബാക്ക് പെയിൻ എന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കൊച്ചുങ്ങളുള്ള വീട്ടിലുണ്ടല്ലേ കോപ്പിറൈറ്റ് വരുമെന്ന് ഇതിനകത്ത് ഒരുത്തി അതിന്റെ ഇടയിൽ ഓടിപ്പോയി പാട്ട് വെച്ച്. ഞാൻ പകൽ തുടച്ചോണ്ട് വീഡിയോ എടുക്കാം കേട്ടാ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങൾ ഇച്ചിരി കൂടെ ദൂരോട്ട് പോകട്ടെ. നമ്മളെ വീട് വെച്ചതിന് ശേഷം കൊച്ചടുക്കളയുണ്ട് വീടിനോട് ചേർന്ന്. അതായത് ഇതിന് ഈ ഹാളിനോട് ചേർന്ന് എടുക്കുക. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നത് യൂസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ അത് വീട്ടിന് ദോഷമാണെന്നോ കഷ്ടകാലമാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണെന്നാണ് അറിയത്തില്ല അസുഖങ്ങൾ ഒഴിയാത്തതും സമാധാനം ഇല്ലാത്തത്. അപ്പം ഇനി എന്ന് പറയുന്നത് ഇത് കണ്ട, ഈ ഒരു അടുക്കളയുടെ കോലം കണ്ട, ഇത് കൊച്ചടുക്കളയാണ്. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അത് യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇവിടെ ഒന്ന് തുടച്ചിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. എങ്ങും വൃത്തിയാക്കില്ല. ഞാൻ അടുക്കള കയറണമെങ്കിൽ എനിക്ക് അടുക്കള എല്ലാം ഒന്ന് തുടച്ച് വയ്യാതായതുകൊണ്ട് ഇന്നലെ ഒന്നും ഞാൻ വൃത്തിയാക്കിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് കോലാഹലങ്ങളുണ്ട്. അപ്പം ഞാൻ വൃത്തിയാക്കിയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. വീഡിയോ ഇടാം വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകാനൊക്കെ ഒരുപാട് തുണികളുണ്ട്. ആശുപത്രി കൊണ്ടുപോകുന്ന ടവലുണ്ട്, ബെഡ്ഷീറ്റുണ്ട്. ഇത് കിളിയുടെ തെനയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് വെച്ചോട്ടെ. അപ്പോൾ നടന്നാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നരുത്. കഴിവാള തുണി ബാസ്ക്കറ്റ് ഇട്ടതാണ്. ഇനി അതിന് വേറെ ഒന്നും പറയല്ലേ. അപ്പോഴേ പിന്നെ എന്താണ് ഇനി നിങ്ങളൊക്കെ കണ്ട ഒരടുക്കള കിടക്കുന്ന കോല. ഇതാണ് എൻ്റെ അടുക്കളയിലെ കോല. പിന്നെ ഇവിടെ 2 അതിഥികളുണ്ട്. അവരിവിടെ ഇങ്ങനെ എൻ്റെ വർത്താനം കേട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിനിടയ്ക്ക് രാവിലെ ഹരിതകർമ്മസേനക്കാർ വന്നായിരുന്നു പ്ലാസ്റ്റിക് എടുക്കാൻ. സൗണ്ട് കുറച്ച്. അപ്പോൾ
അവർ വന്ന് ഇച്ചിരി അവരോട് അവസാനം പറഞ്ഞു. എനിക്കറിയുന്ന കൊച്ചായിരുന്നു. അവരുടെ പേര് സിന്ധു എന്നൊക്കെയാണ്. സിന്ധു ഉണ്ട്, സിന്ധുവിൻ്റെ കൂടെ ഒരു അമ്മയും ഉണ്ട്. അവർ വന്നിട്ട് ഇന്ന് അരി കഴുകി പൊടിക്കണമെന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഈ പാത്രങ്ങൾ ഞാനിവിടെ ഇങ്ങനെയൊക്കെയാണ് പാത്രങ്ങൾ വെക്കുന്നത്. രാവിലെ ഇതൊക്കെ കഴിയിട്ടിട്ടാണ് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് ഒന്നും വൃത്തിയാക്കി വെക്കാൻ പറ്റില്ല. നമുക്കിവിടെ വീഡിയോ എടുക്കാൻ പോകുന്ന പറഞ്ഞ് നേരത്തെ എല്ലാം ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി കണ്ടോ എൻ്റെ അടുക്കള നീറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാം. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഏത് കൂട്ടന്മാർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം. ആരും വന്നോ നമ്മളിപ്പോൾ കുറ്റം പറയാനൊന്നും ആരും ഇല്ലെന്നും പറയാം. പിന്നെ ഒതുക്കാം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ ഒതുക്കാറില്ലായിരുന്നു. പറയൂ, എനിക്ക് വലിയ മാങ്ങ അച്ചാറിട്ടത്. മാങ്ങ അച്ചാറല്ല, ഉപ്പിലിട്ട മാങ്ങ. അതിവിടെ BP ഒക്കെ കുറയും. എനിക്കും BP-യുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം മീൻസ് BP കുറവാണ്. അപ്പോൾ ഇവിടെ അണ്ണനും BP കുറവാണ്. അപ്പോൾ നമ്മൾ BP കുറയണം. പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വരുമ്പോൾ അണ്ണന് BP പെട്ടെന്ന് കുറയും. കുറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ഒരു മാങ്ങ എടുത്ത് വെച്ച് പിന്നെ ഉപ്പും പുളി എരിവും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത്തിരി അരി ഇടണം അടുപ്പിൽ. മീൻകറി ഇന്നലെ വെച്ച് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. മീൻകറി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് ഇന്ന് വേണ്ടുന്ന സംഭവം എന്താന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് കറി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോഴേ ഇരിക്കൂ. സാധാരണ അടുപ്പ് കഴിവുന്ന ഏട്ടാ എന്നും കഴിയിക്കൊണ്ടിരുന്നൊരടുപ്പായിരുന്നു. ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴത്തേക്കും കഴുകാൻ പറ്റിയില്ല. അതിൻ്റെതായ ഒരു പോരായ്മകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വൃത്തിയാക്കണമെന്നുള്ള തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അടുപ്പ് കഴുകാറുണ്ടോ? ഇത് നല്ല വൃത്തിയായിട്ട് കിടന്നു കേട്ടോ ഈ അടുപ്പിന്റെ ഭാഗം. പക്ഷേ എന്നും വലിയ രക്ഷയില്ല. എന്നും വലിയ രക്ഷയിങ്ങനെ കഴുകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ
ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു BP കുറവോ ഈ മൈഗ്രീൻ എന്ന് പറയുന്ന സംഭവം ഉള്ളവർക്ക് അറിയാൻ എൻ്റെ ബുദ്ധിമുട്ട്. സത്യം എനിക്കങ്ങനെ എന്നും വരത്തില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ മുപ്പനെ പോലെ ചുമന്നിട്ട് പിന്നെ കണ്ണൊക്കെ ഒന്ന് ചുമക്കും. ചുമന്നിട്ട് പിന്നെ പറയണ്ട ഒന്നും. അതിന് ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഒക്കെ മതി. അതുകൊണ്ട് അരി എടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വേഗം അതിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. വിറകൊന്നും ഇല്ലായ്മയൊന്നുമില്ല. വിറകൊക്കെ മേടിച്ച് പണ്ട് ഇവിടെ തോട്ടം, അപ്പുറത്ത് തോട്ടം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ പോകുമല്ലോ. ഇപ്പം അവിടെ വിറക് ഒടിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകൊന്നുമില്ല. കാരണം ഈ വെട്ടാൻ പോകുന്നവർ എന്നൊന്നും പോകുമ്പോൾ വീണ ചുള്ളികൾ എടുത്തുകൊണ്ടു. അതുകൊണ്ട് ഇപ്പം നമ്മൾ വിറക് മേടിച്ചേ പറ്റൂ. അങ്ങനെ എൻ്റെ ആ പാകം, അടുപ്പിൻ്റെ പാകം വൃത്തിയാക്കി. ഇതാണ് വൃത്തിയാക്കി എന്ന് പറയുന്നത്. അല്ല, ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ വൃത്തിയാക്കലെന്ന് പറയുന്നത് ഇതല്ലല്ലോ. ആണോ? അല്ല, കാരണം ഇനി നമുക്കിവിടെ പാചകം ചെയ്യാനുള്ളതാണ്. അപ്പം നിങ്ങളിത് ഇരിക്കും, ഞാൻ പോയി ഈ വേസ്റ്റ് വെള്ളം കളഞ്ഞിട്ട് വരാം. ഓക്കെ? നമ്മളിവിടെ വെള്ളം കുറവായതുകൊണ്ട് വേസ്റ്റ് വെള്ളം ചെടികൾക്ക് കൊണ്ടൊഴിക്കും. അപ്പോൾ ആ വെള്ളം തീരെ പ്രത്യേകിച്ച് ഒരുപാട് വെള്ളം ഞാൻ വെള്ളം ഒഴിക്കാൻ പറ്റും. എന്നിവിടെ പറയുന്നതാണ് കിണറ്റി വെള്ളമില്ല, കിണറ്റി വെള്ളമില്ല. എന്നാൽ ചെടിക്ക് വെള്ളം ഒഴിച്ച് കുറയും. അപ്പം നിങ്ങൾ എഴുതും ചെടി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നതേ ഞാൻ എല്ലാവർക്കും കൊടുക്കും ചെടി. പക്ഷേ ഒരു മനുഷ്യന് ഇവിടുന്ന് കൊണ്ടുപോകില്ല. നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ആയില്ല, ഇപ്പൊ എടുത്തുകൂടാ എന്നൊക്കെ പറയും. അതുകൊണ്ട് എന്റെ ചെടിയെല്ലാം തീർന്നു. ചെടി എനിക്ക് കൊണ്ടുപോയത് ചെടിയൊക്കെ ഒരുപാട്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഇതല്ല വൃത്തിയാക്കലെന്ന് പറയുന്ന സംഭവം ഇനിയുണ്ട്. അപ്പം ഇനി ബാക്കി കാണും വരെ, അടുത്ത വീഡിയോയിൽ എത്തുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സി യു. അപ്പം അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ചാരം വാരണം. അടുപ്പിലെ ചാരമില്ലേ, ചാരം ആണ്ടേ, ഇതാണ് ചാരം. എൻ്റെ അടുപ്പ് ഇതാണ്, ഞാൻ കത്തിക്കുന്ന അടുപ്പ്. അപ്പം നമുക്ക് ചാരം വാരിക്കളയാം. ചാരം വാരി നമ്മൾ എവിടെ കൊണ്ട് കളയുമെന്നറിയാമോ ഗൈസ്? വേണ്ടേ, നമ്മുടെ ജാമ്പകൾ കൊണ്ടിടും. തൂത്തില്ല, മഴ ആയതുകൊണ്ട് തൂത്തില്ലതാ. ജാമ്പ ഉണ്ടാവുന്നുണ്ട്, കാണാമോ? ഒത്തിരി പിടിച്ച് നമ്മൾ
കുറേയൊക്കെ തിന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒന്നിനും വലിയ ഗുണമില്ല. ഗുണം മീൻസ് മധുരമില്ല, കേടാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. കണ്ടോ ഗൈസ്, കണ്ടോ കണ്ടോ കാക്കക്കുയിലേ, കണ്ട. ഇതാണ് എൻ്റെ അടുക്കളയിൽ പുറം. പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പോയി പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകും. ഇതിൻ്റെ പൂവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ട, അതിൻ്റെ പൂവാണ് ഇത്. പൂമാനം കണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ പൂ ഇരിക്കുന്നത്. കണ്ട, ചില ചുമപ്പിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ചുമപ്പെന്ന് പറയുന്നത് റോസ് കളറാണ് പൂവ്. ആ പൂ തിന്നും. പക്ഷേ ഇതിൻ്റെ പൂ തിന്നുന്നതായിട്ട് പച്ചുറുമ്പ് കയറി തിന്നുന്നതായിട്ട് എനിക്ക് അറിയില്ല. ഇതിൻ്റെ പൂ തിന്നുമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വിറക് ഇത്രയും ഉണ്ടായിരുന്നു വിറക് കേട്ടോ. വിറകല്ല, ഞാൻ എടുത്ത് തീർത്തതാണ്. അപ്പോൾ ഇനിയെന്ന് പറയുന്ന പോരാട്ടം അടുപ്പ് കത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ടാസ്ക്കാണ്. പക്ഷേ നമുക്ക് കത്തിക്കാതിരിക്കാൻ പറ്റുമോ? കത്തിച്ചല്ലേ പറ്റൂ. അപ്പം മണ്ണെണ്ണയുണ്ട്. മണ്ണെണ്ണ 2 മാസങ്ങൾക്ക് മുമ്പേ കിട്ടിയ മണ്ണെണ്ണ ഞാൻ ഇച്ചിരിച്ച് അവർക്കും പേടിയാണ്, മണ്ണെണ്ണയ്ക്കും പേടിയാണ്. കാരണം മണ്ണെണ്ണ തീർന്നു പോയാൽ എന്നൊരു പേടി എനിക്ക്. മണ്ണെണ്ണ മനസ്സുകൊണ്ട് ഇവിടെ തന്നെ മണ്ണെണ്ണ മൊത്തം എടുത്ത് ഒഴിക്കുമോ എന്നുള്ളൊരു ഭയം അവർക്കും. അപ്പം ഞാൻ ഈ വിറകൊന്ന് എടുത്തോട്ടെ ഗൈസ്. ഒരു വിറകും കൊണ്ടുപോകുന്ന ഒരു വീട്ടമ്മയുടെ ദീനരോധനം. പച്ചുറുമ്പ് ഫോണിനകത്തുകൂടി കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വിറക് വെച്ച് കൊടുക്കാം. താഴെ പോലും പേപ്പറൊന്നുമില്ല. സാധാരണ ഞാൻ ഇച്ചിരി പേപ്പറൂടെ ഒക്കെ ഇട്ട് കത്തിക്കുന്നു കേട്ടോ. പച്ചുറുമ്പ് കയറുന്നു. എല്ലാവരും കാപ്പി കുടിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സമയം ഇപ്പം തന്നെ 10 മണി അടുപ്പിച്ചെങ്ങാണ്ടായി. അപ്പോഴേ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധിയാണിത്. പച്ചുറുമ്പ് അണഞ്ഞു പോയി. ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ. അയ്യോ, കണ്ടോ ഗൈസ്, കണ്ടോ കാക്കക്കുയിലേ പട്ടുടുത്ത പാവപ്പെണ്ണു. ഒരു ചിരട്ട എടുത്തിട്ടെ, ഒരു ചിരട്ടയ്ക്ക് കത്തിപ്പിടിക്കുമെന്ന് നോക്കാം. കണ്ടോ, വെച്ചു. ഇനി നമുക്ക് കൈ ഒന്ന് കഴിയും. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കണ്ടും ഇവളെന്താണ് ഈ കാണിച്ചു കൊടുക്കുന്നത്? എൻ്റെ ഓരോ പരാക്രമങ്ങളെ. കലം കണ്ടോ കാക്കക്കുയിലേ. അടുക്കള യൂസ് ചെയ്യുന്ന തോർത്താണ്. അപ്പോൾ എനിക്കിന്ന് അടുപ്പ് കത്തിയില്ലെങ്കിൽ ഞാൻ പാടുപെട്ടു. ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോഴും നമുക്ക് ഒന്നും പറയാൻ നോക്കത്തില്ല. ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുമെന്നല്ല,
ഒഴിച്ചു കൊടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ ചിരട്ടയൊക്കെ ഉള്ളതുകൊണ്ട് കത്തിപ്പിടിക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക്. പിന്നെ ഇവിടെ ഇന്ന് പലർക്കും പലതാണ് പറയുന്നത്. കാപ്പി വേണ്ട, പഴമഞ്ഞി മതി എന്നൊക്കെ പറയുന്നുണ്ട്. അടുപ്പ് കുറഞ്ഞ് വരുന്നുണ്ട്. അയ്യോ, ഇത് കിടന്ന് കറങ്ങുന്നു ഈ സ്റ്റിക്ക്. അല്ല, നിങ്ങളെ ഒന്നും ഞാൻ കുറ്റം പറയുകയല്ല. എൻ്റെ ഫോണിൻ്റെ സ്റ്റിക്ക് കുത്തി വച്ചിരിക്കുന്നത് ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ അങ്ങോട്ടോ നോക്കരുത്. അവിടെ കറിയൊക്കെ ഇന്നലെ വെച്ചത് ഞാൻ പറഞ്ഞില്ലേ, വയ്യാഞ്ഞോണ്ടൊന്നും ചെയ്തില്ല. അവരൊക്കെ അവിടെ കിടക്കുന്നു. പിന്നെ വയ്യ, പൊടിയടിച്ചു. ഓക്കെ, അപ്പം എനിക്കിനി അടുത്തത് എന്താണെന്ന് നിങ്ങൾ പറയരുത്, കളിയാക്കരുത്. ഞാൻ അടുപ്പ് കത്തിയില്ല, അടുപ്പ് പതുക്കെ കത്തുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ പോരാളിയെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, പോരാളിയെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെടികളെ കാണിച്ചു തരാം. നമുക്കപ്പോൾ അപ്പം നിങ്ങൾ ആ സമയം കൊണ്ട് എൻ്റെ ചെടികൾ കാണണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ടൈമിനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അല്ല, അടുപ്പ് കത്തി പിടിക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തതെന്ന് പറയുന്നത് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. ഓക്കെ, ഇതെൻ്റെ തല തുടയ്ക്കുന്ന തോർത്ത്. ഇതാണ്, ഇതൊക്കെ നിങ്ങളൊന്ന് കാണണം. എൻ്റെ വണ്ടി, അത് താമര അല്ല, അത് ആമ്പല്, ഇത് താമര. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാവേ. മരം എന്ന് പറയുന്നത്, പ്ലാവ് എന്ന് പറയുന്നത് ഒരുപാട് വലുതൊന്നുമല്ല കേട്ടാ. ഇത്രയേ ഉള്ളൂ. കമ്പിൻ്റെ കനമാണിത്. അത് ഇത്രയേ ഉള്ളൂ. നമുക്കിത് 6ാമത്തെ 7ാമത്തെ ചക്കയാണ്. ഇടുമ്പോൾ ഒരുപാട് കളകളിടും, പക്ഷെ കായ്ക്കുമ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പേര് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതിന് ചുണ്ടയ്ക്ക ഇതുവരെ ഞാൻ തോരൻ വെച്ചിട്ടില്ല, വെക്കണം. പിന്നെ നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെടികളൊന്നും ഇല്ല. ഇതൊരു കരിയേപ്പല, അതിനിടയ്ക്ക് ഒരു പന്നീർ റോസുണ്ട്. പിന്നെ വേണ്ട മറ്റേ പിച്ചുമുണ്ട, ഇടയ്ക്ക് അങ്ങുഞ്ഞൊക്കെ ഒരു പൂ വരും. ഇത് വെള്ളക്കാന്താരി. ഇത് ഭയങ്കര ഇഷ്ടമായി പൂ മീൻസ് മുറ്റത്ത് പൂ നിൽക്കുന്നത്. പിന്നെ ഒരു റോസ്, ഒരു കുഞ്ഞു റോസ് കണ്ട, കറ്റാർ വാഴ, മുളക്, ഇത് കണ്ട, അമ്പഴങ്ങ, ഇത് മിറാക്കിൾ ഫ്രൂട്ട് കായ്ച്ചു വരുന്നത്. ഇത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. വെണ്ടയാണെന്ന് തോന്നുന്നു. അതെ, വെണ്ടയാണ്. അതുകൊണ്ട് ഞാനത് കളഞ്ഞില്ല. ഇതും കറ്റാർ വാഴ. ഇതെന്ന് പറയുന്നത് നമ്മൾ മേടിച്ചിട്ട് 1 വർഷമായി. അതിനകത്ത് കുറേ പൂത്ത് നിന്നു. പക്ഷെ അതിനകത്ത് ആകെ കായെന്ന് പറയുന്ന ഒരു സാധനം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കണ്ട, ഒന്ന് കാണാവോ ഗൈസ്? ഇതാണ്ട ഒരെണ്ണം. അങ്ങനെയുള്ളതൊക്കെ ഉള്ളു. പിന്നെ നമ്മളിവിടെ ഉള്ളത് ഇത് ഉണ്ടമുളകാണ്. അതൊന്നും ആയില്ല. വരട്ടെ, ആയി വരുമ്പോൾ കാണിക്കാം. എത്ര 10 മണി 10:40 കളർ 10 മണി എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഉള്ളതാകെ ഈ ഒരെണ്ണം. പിന്നെ ഇത് റോസ്മേരി. ഇതൊക്കെ പിന്നെ
ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഷോർട്ട് വീട്ടിൽ. ഇതും നമ്മൾ വേവിച്ചതാണ്. പിന്നെ ദാണ്ട ഇത് നമ്മൾ മേടിച്ച് ഇത് ഉരുടിച്ചു പോയി പേരയ്ക്ക. കണ്ട മുട്ടുകൾ ഇങ്ങനെ ഇഷ്ടം പോലുണ്ട്. അതെ, മുട്ടുണ്ട്, പൂവ് വിരിഞ്ഞ് കായായി വരുന്നതുണ്ട്. കണ്ട വിരിയാൻ നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇയാളും കയറി നിൽപ്പുണ്ട്. പിന്നെ ഇതെന്ത് ചെടിയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് കൊണ്ടുവച്ചു. പക്ഷെ നിറച്ച് പൂക്കും കേട്ടോ. ഇന്ന് നിത്യവും പൂവ് കാണും. പക്ഷെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ ഭംഗിയാണ്, അത് വേറൊരു സത്യം. ഇതിനിടയ്ക്ക് കോഴിപ്പൂ തൈയായി വന്നിട്ടുണ്ട്. അത് ഇവനെ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അവർക്കതൊരു ഇതാവട്ടെ. പിന്നെ ഇതിനിടയ്ക്കൊക്കെ കാര്യങ്ങളുണ്ട്. ഒരുത്തിയുടെ ഷെഡ് കണ്ട, ഇതിനകത്ത് സാധനങ്ങളുണ്ട്. നമ്മുടെ ബാക്ക് വശം മീൻസ് എന്താ പറയുക, വീടിൻ്റെ സൈഡ് വൃത്തിയാക്കിയില്ല. നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളും ആയതുകൊണ്ട് വൃത്തിയാക്കിയില്ല. കാന്താരി നമുക്ക് ആദ്യമുള്ളൊരു കാന്താരി മുളകാണ് കേട്ടോ. മൂന്ന് മുളക് കൊണ്ടുണ്ട്. അപ്പം കണ്ട വണ്ടി ഞാൻ ഓടിക്കുന്നതുകൊണ്ട് എല്ല് വെച്ച്, കാരണം കുറയുന്നു വരുന്നവർക്ക് അറിയത്തില്ലല്ലോ. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ച് വെച്ചാണ്. പിന്നെ അറിഞ്ഞ ഇത് വള്ളി ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒടിച്ച് കളഞ്ഞിട്ട് പിന്നെ പൂത്തതാണ് ഈ പൂവ്. ഇതിൻ്റെ യെല്ലോയും ഞാൻ മേടിച്ചിട്ടുണ്ട്. അതായില്ല, ആകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ. പിന്നെ ഇത് ഒരുതരം ചെമ്പരത്തിയാണ്. നല്ല കളറല്ലേ, കൊള്ളാമോ? ഇതൊക്കെ എൻ്റെയാണ് എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കളർ ഇത് റെഡല്ല, ഒരുതരം എന്തുവാ പിങ്ക് എന്ന് പറയാനും പറ്റില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ഒരു പഴം കളർ കേട്ടോ. ഞാനിങ്ങനെ കരുതി എപ്പോഴും എനിക്ക് നിങ്ങളുടെ അടുത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന വ്യക്തിയാണ്. അപ്പോൾ ആ സ്ട്രഗിളിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഞാൻ കരുതി. ഇത് നാടൻ പേരയ്ക്കാണ്. നാടൻ പേരയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അണ്ണൻ്റെ അനിയത്തി സ്കൂളിൽ പോയപ്പോൾ അവിടുന്ന് അവൾക്ക് ഒരു തൈ കൊടുത്ത്. പിള്ളേർക്ക് ഈ മറ്റേ എന്തുവാ സ്കൂളുകളിൽ തൈ വിതരണം വരില്ല, അന്ന് അവിടെ കൊടുത്തപ്പോൾ അവൾക്ക് വേറെ എന്തോ ഒരു സാധനം കൊടുത്ത് അവളുടെ ഫ്രണ്ടിന് പേരത്തെ. അപ്പോൾ അവളുടെ വീട്ടിൽ പേരയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ തൈ കിട്ടിയ എന്തോ ഒരു തൈ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ അത് കൊണ്ടുവച്ചപ്പോൾ അത് കാറ്റില്ലായിപ്പോയി. പക്ഷെ അവൾ അനിയത്തി ആദ്യത്തെ ഇവിടെ കൊണ്ടുവന്നത് വെച്ച് കുറേ പേരയ്ക്ക പിടിച്ചു. പേരയ്ക്കെന്ന് പറഞ്ഞാൽ റെഡ് കളർ പേരയ്ക്കാണ്, വലിയ പേരയ്ക്കയാണ് പിടിച്ചു. പക്ഷെ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ കുറേ മുറിച്ച് കളഞ്ഞാൽ, അതായത് തൈ മൊത്തത്തിൽ മുറിച്ച് കളഞ്ഞതിന് മുന്നേ ഞാൻ ഇതിൻ്റെ തൈ ഇവിടെ ഇട്ട് കുരുവെടുത്ത് കിളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വരത്തില്ലായിരിക്കും എന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കായ്ച്ച്. കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചു. ഈ ഇഷ്ടം പോലെ കായ ഉണ്ടായിരുന്നു. കുറേ കിളികൾ നിന്നു, നമ്മൾ തിന്നു. ഇപ്പോഴും ഒരുപാടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് കൊണ്ട് എത്തിച്ച നമ്മുടെ ആദ്യത്തെ കുട്ടിക്ക് ഒരു താങ്ക്സ് കൊടുക്കാം. പിന്നെ അവൾക്ക് കൊടുത്ത അവളുടെ ഫ്രണ്ടിന് അതിനും വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. കാരണം അവളുടെ കയ്യിൽ കിട്ടിയ നല്ലതിനെയാണ് അവൾ കളഞ്ഞിട്ട് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കഥ. പിന്നെ ഇതിൻ്റെ കഥയെന്ന് പറയുന്നത് ഇത് കണ്ട എത്ര തവണ പൂ വരുമെന്നറിയാം, പക്ഷെ ഒരെണ്ണം പോലും കായിട്ടില്ല. എനിക്കതിന് വിഷമമുണ്ട്. പക്ഷേ ഞാനിതിന് വെള്ളമോ ഒന്നും കൊടുത്തില്ല. അവർ വളരുന്നുണ്ട്. ചിലപ്പോൾ കായിടാൻ സാധ്യതയുണ്ടായിരിക്കും അല്ലേ. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞ് തൈ എനിക്ക് പ്രഭമാമി കൊണ്ട് തന്നെയാണ്, അതായത് അണ്ണൻ്റെ മാമൻ്റെ വൈഫ്. എനിക്ക് അമ്മയെന്ന് പറയാം, അമ്മയ്ക്ക് അതിലും ഉപരിയാണ് മാമി എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു. രാത്രി വയ്യാണ്ടാകുമ്പോൾ ഓടി വരികയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം
അത് ഞാൻ ഈ കുറ്റത്തെ പറഞ്ഞു. പിന്നെ അടുത്തത് എനിക്ക് മാമി കൊണ്ട് തന്നെ തൈ തന്നെയാണ് അത്. ഇതും ഞാൻ അവിടെ ഒരു ദിവസം പോയപ്പം പറഞ്ഞിടി ഇത് ഇവിടെ പിള്ളേരെ അടുത്ത് വെക്കുന്നില്ല, നീ വേണേൽ കൊണ്ടുപോയി. ഞാൻ വെച്ചാൽ അത് ഉണങ്ങിയൊക്കെ ഇരുന്നായിരുന്നു. അത് ഞാൻ കൊണ്ടുവച്ച് 2 എണ്ണം കൊണ്ടുവച്ചിൽ 1 എണ്ണം താണ്ട ഇപ്പോഴും അതേപോലെ ഉണ്ട്. തൈ ഇതൊന്നും വന്നില്ല. പക്ഷെ അതിനകത്ത് 1 എണ്ണം കയറി ആണ്ട പോയി. അതിൻ്റെ കൂടെ നിത്യ വഴുതനയുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പയറുണ്ടല്ലോ, മറ്റേ വലിയ പയർ, അതിനെന്തെങ്കിലും പറയുമല്ലോ, മുറ്റിക്കഴിഞ്ഞാൽ തിന്നാൻ കൂടുതൽ കയ്പ്പാണ്. പക്ഷേ പിഞ്ചാകുമ്പം മെഴുക്ക് വരത്താൻ സൂപ്പറാണ്. അപ്പോൾ അതാണിത്. ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ. ഇത് എങ്ങനെ വന്നൊരു മുളക് തൈയാണെന്ന് എനിക്കറിയത്തില്ല. എന്താ തനിയെ കിളിച്ചു കായ്ച്ചു. ഇതാണ് മുളക്. പക്ഷെ സൂപ്പർ എരിവാണ്. പഴുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പഴുക്കാനുള്ള ഇടം കൊടുത്തിട്ടില്ല. നമ്മൾ അപ്പോഴേ പിച്ചി പഴങ്ങഞ്ഞ് കുടിക്കും. ഉണ്ടാ 2, 3 ഞാൻ ഇടയ്ക്ക് പിച്ച് ഞാൻ പഴങ്ങഞ്ഞ് കുടിച്ചു. ഇത് പിന്നെ അപ്പുറത്ത് നല്ല നീളമുള്ള മുരിങ്ങയുണ്ടല്ലേ, അതായിരുന്നു. 1 കാ പിടിച്ചു. ഞാൻ പിന്നെ ആ കമ്പ് നല്ല നീണ്ടു പോയത് കൊണ്ട് അതിനകത്ത് നിന്ന് വെട്ടി ഇവിടെ കൊണ്ടുവച്ച് കിളിക്കുന്നു. അവരും കിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇത് കണ്ടാ ഇത് കണക്ക് കേട് വന്ന് പോകുന്നു. എനിക്ക് തോന്നുന്നു 1 പ്രാവശ്യമേ ഉള്ളൂ നമ്മൾ പഴുത്ത് വലിയ കായായി നല്ല മധുരമായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ അതെന്ത് പറ്റിയെന്നറിയാൻ വയ്യ. കണ്ടാ ഇങ്ങനെ കേട് വരിക ചെയ്യുന്നത്, കുരുടിച്ചു പോകുന്നത്. മൂട് കണ്ടോ ഒരുമാതിരി അഴുകുന്ന അതേ കണക്കിരിക്കും. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉള്ള വിശേഷങ്ങൾ പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. അപ്പം അവിടെ വരുന്നത് വരെ ഹായ്. പിന്നെ 2 അതിഥികളുണ്ട്, കാണിച്ചു തരാം. എന്താ ഹായ്. മുട്ടയിടും തിന്നും, മുട്ടയിടും തിന്നും. 2 പേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി അടിയാ. ഉണ്ടാ ഇവൻ മുമ്പ് കുഞ്ഞിലെ ഇവനെ എന്തോ കടിച്ചിട്ട്, ഗീരിയം കണ്ട് കടിച്ചിട്ട് കാലൊക്കെ പോയി രക്ഷപ്പെടത്തില്ല എന്ന് എഴുതിയാണ്. അപ്പോൾ പക്ഷെ അവൻ എടുക്കാനായി. അപ്പോൾ ഈ കോഴിയോ വേണ്ടുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, വെറുതെ തരാം. 2 പേരുണ്ട് പെട. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ എനിക്ക് മുറിക്കാനും വയ്യ, തിന്നത്തുമില്ല. അതുകൊണ്ട് കോഴിയോ വേണ്ടുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. വെറുതെ തരാം, കാശ് വേണ്ട, വന്ന് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല വിശേഷങ്ങൾ, ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങൾ. പിന്നെ പറയാൻ എന്താണ്, അടുപ്പ് കത്തിയോ എന്ന് ചോദിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അടുപ്പ് കത്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സി യു, താങ്ക്സ്. പോയില്ല.